മൂന്നാർ മറയൂർ പാതയിൽ വീണ്ടും പടയപ്പ. ഉദുമൽപേട്ടയിലേക്ക് പോയ KSRTC ബസിന് പിന്നിലാണ് പടയപ്പ മസ്തകത്തിന് ഇടിച്ചത്. പടയപ്പയെ നിരീക്ഷിക്കാൻ 5-അംഗ സംഘത്തെ വനംവകുപ്പ് ഇന്നലെ നിയോഗിച്ചിരുന്നു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, ഏതായാലും പടയപ്പയുടെ അഴിഞ്ഞാട്ടമാണ് അവിടെ കാണുന്നത്. പലതരത്തിലുള്ള ആക്രമണങ്ങൾ ആന നടത്തുന്നുണ്ട്. ഇപ്പോൾ നിരീക്ഷിക്കാൻ 5-അംഗ സംഘത്തെ വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ നിരീക്ഷക സംഘം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പടയപ്പ ഏത് മേഖലയിലാണ് അവിടെ ഉള്ളത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മതപ്പാടിലുള്ള പടയപ്പ വലിയ അക്രമ സ്വഭാവം കാണിച്ചു വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പടയപ്പയുടെ ചില അക്രമ സ്വഭാവങ്ങൾ കൊണ്ട് പരിക്കേറ്റവരും വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചവരും ഒക്കെ ഉണ്ട്. ഇന്നലെ ഒരു സ്ത്രീയെയും ഒരു മകനെയും അമ്മയും മകനെയും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പടയപ്പ ചുഴറ്റി എറിഞ്ഞിരുന്നു. ആ സ്ത്രീക്ക് വലിയ തോതിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. നട്ടലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അവരെ മെഡിക്കൽ കോളേജ് അമല തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇപ്പോൾ രാത്രിയിൽ ഈ കാഴ്ച 11:30 മണിയോടുകൂടിയാണ് ഈ കാഴ്ചയുള്ളത്. ഇത് ഉദുമൽപേട്ടയിലേക്ക് പോയ ബസ്സാണ്, KSRTC ബസ്സാണ്. മറയൂരിൽ നിന്ന് മൂന്നാർ മറയൂർ കടന്ന് ഉദുമൽപേട്ടയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 11:30 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ സൈഡ് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ വാഹനത്തിന് മുമ്പ് ആന നിൽക്കുന്നത് കണ്ടുകൊണ്ട് പല വാഹനങ്ങൾ വെട്ടിച്ച് കടന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് KSRTC ബസ് അവിടെ നിർത്തിയിടുകയും ചെയ്തു. ഇതിന് പിന്നാലെ ചെന്നാണ് പടയപ്പ മസ്തകത്തിന് ബസ്സിനിട്ടിടിക്കുന്നതായുള്ള കാഴ്ചയെ നമുക്കിതിൽ കാണുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം, ഇന്നലെ മൂന്നാറിന്റെ റേഞ്ച് ഓഫീസർ അറിയിച്ചിരുന്നു 5 പേരടങ്ങുന്ന സംഘത്തെ പടയപ്പയെ നിരീക്ഷിക്കാനായി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്ന അവർ പുതിയതായി ഒരു വനംവകുപ്പിന്റെ തീരുമാനമായി വന്നത്. പക്ഷേ ഈ നിരീക്ഷണമൊക്കെ നടക്കുമ്പോഴും പടയപ്പ സ്ഥിരമായി ദേശീയപാതയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ അവസ്ഥ. ഇത് പലപ്പോഴും ഈ ആക്രമണ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വനംവകുപ്പ് ഇതിനു മുമ്പ് തന്നെ RRT സംഘത്തെ പടയപ്പയെ നിരീക്ഷിക്കുന്നതിനായി എപ്പോഴും ഒരു RRT സംഘം കൂടെയുണ്ട്. പക്ഷേ ഈ സംഘമൊക്കെ കൂടെയുള്ളപ്പോഴും നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇത് മിക്കവാറും ഇത് റോഡിലേക്ക് ഇറങ്ങിയുള്ള ചില അക്രമ സ്വഭാവങ്ങൾ കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ടെമ്പോ ട്രാവലർ ഏതാണ്ട് പൂർണ്ണമായും തകർത്തിരുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെയും പ്രത്യേകിച്ച് ഇപ്പോൾ മൂന്നാർ മറയൂർ മേഖലയ്ക്കിടയിലാണ് ഈ പടയപ്പ ഉള്ളത്. ഈ കണ്ണിമല, നേമക്കാട്, തലയാർ, പാമ്പൻമല, കാപ്പി സ്റ്റോർ എന്നീ മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ പടയപ്പ ഈ ദിവസങ്ങളിലൊക്കെ തങ്ങുന്നത്. ഇത് പക്ഷേ രാത്രികാലം ആകുമ്പോഴേക്കും സ്ഥിരമായി ദേശീയപാതയിലേക്കും മറ്റു റോഡുകളിലേക്കും ഒക്കെ ഇറങ്ങുന്നു. ആളുകൾ സഞ്ചരിക്കുന്ന സമയത്താണ് ഇത് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ അക്രമ സ്വഭാവം കാണിക്കുന്ന പടയപ്പയെ ഒരു വനമേഖലയിലേക്കോ അല്ലെങ്കിൽ ഉൾവനത്തിലേക്കോ കയറ്റിവിടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ആളുകൾക്കുണ്ട്. വനവകുപ്പ് നിരീക്ഷിക്കാനായി ആളുകളെ നിയമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ പടയപ്പ വലിയ തോതിൽ ആക്രമണ സ്വഭാവം കാണിക്കുന്നു. ഇത് വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ്. കാര്യം ഇത് വഴിയിലേക്ക് ഇറങ്ങിയാണ് ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ട നടപടികൾ മതപ്പാടുള്ള ഈ പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടണമെന്നുള്ള കാര്യമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ലക്ഷ്മി, ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ്.